ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജൂലൈ 2023 1800 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനമാണിത്. സോ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് പോവാം. സൗണ്ട് ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ബാക്കി ഒരുപാട് ഹെഡ്സെറ്റ്സ് വെച്ച് നോക്കുമ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ബേസിക്കലി നല്ല ബേസ് ആണ്, നല്ല ട്രിബിൾ ആണ്. സോ ഞാൻ ഇതേ റേഞ്ചിലുള്ള കുറച്ച് പേരുടെ ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ സൗണ്ട് ക്വാളിറ്റി 10/10 തന്നെ ഇതിന് കൊടുക്കും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഇതിൽ ANC ഉണ്ട്. 30 ഡെസിബിളിന്റെ ANC ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ബസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പാട്ടുകൂടെ ഒപ്പം വെച്ചു എന്ന് വെച്ചാൽ ഈ എൻവയോൺമെന്റിന്റെ നോയ്സും ഹോണും ഇതിന്റെ സൗണ്ട് എല്ലാം ഇത് മാസ്ക് ചെയ്യും. പിന്നെ നമ്മൾ റൂമിൽ ഇരിക്കുമ്പോൾ ഫാനിന്റെ നോയ്സ് ഇതെല്ലാം ക്യാൻസൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഹെഡ്സെറ്റിനുണ്ട്. നമ്മൾ ഇപ്പം സോണിയുടെയും സാംസങ്ങിന്റെ ഒന്നും വലിയ ഹെഡ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് ബിലോ 2000 എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആണ്. നെക്സ്റ്റ് ഉള്ളത് സ്പേഷ്യൽ ഓഡിയോ ആണ്. സ്പേഷ്യൽ ഓഡിയോ ബേസിക്കലി മീൻസ് നമുക്ക് 360 ഡിഗ്രിയിൽ നിന്നും സൗണ്ട് കേൾക്കുന്ന ഒരു ഫീല് കിട്ടുന്നതിനെ നമ്മൾ സ്പേഷ്യൽ ഓഡിയോ എന്ന് പറയാം. അത് ഞാൻ എപ്പോഴേ പറഞ്ഞ പോലെ തന്നെ സോണിയുടെ ഒന്നും ഹെഡ്സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ഇപ്പം ഉള്ള സൗണ്ടിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ ഹെഡ്സെറ്റ് തരും. നെക്സ്റ്റ് ആണ് ഡ്യുവൽ പെയറിംഗ്. അതായത് നമുക്ക് രണ്ട് ഡിവൈസിന് സൈമൾട്ടേനിയസ്ലി പെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓഡിയോ ഏതിലാണ് പ്ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഡ്യുവൽ പെയറിംഗ് ഇതിലുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളത് ഇതിൽ ഓട്ടോമാറ്റിക് ടേണിംഗ് ആൻഡ് ടേണിംഗ് ഓഫ് ആണ് മാഗ്നറ്റിക് ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട്. സോ നമ്മൾ ഈ ടിപ്പ് ഒന്നിച്ച് കൊണ്ടുപോയെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്താൽ ഓൺ ആവും. അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ഇതിനുള്ള ടൈം ഡിലേ, അതായത് നമ്മൾ ഹെഡ്സെറ്റ് സാധാരണ വെക്കുന്ന സമയത്ത് അത് ഒന്നിച്ചായിരിക്കും. അതിനുശേഷം നമ്മൾ ചെവിയിലേക്ക് എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് ഇത് കണക്ട് ആവുമോ അതോ അതിലൊരു ഡിലേ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അറിയുന്നതിന് മുന്നേ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിരിക്കും. അത് നമുക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നില്ല. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ യൂസ് ചെയ്ത് ശീലമായതിനു ശേഷം എനിക്കതൊരു ഡിഫറൻസ് തോന്നിയിട്ടേ ഇല്ല. ബേസിക്കലി ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമ്മൾ ഓഫ് ആയിരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ബാറ്ററി ബാക്കപ്പ് നഷ്ടാവില്ല. സോ ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നെക്സ്റ്റ് ആണ് ലേറ്റൻസി. ഭയങ്കര ലോ ലേറ്റൻസി ആണ്. ഞാൻ ഓൺലൈൻ ഗെയിംസ് BGMI ഒക്കെ കളിക്കാറുള്ളതാണ്. എനിക്ക് ലാറ്റൻസി ഇഷ്യൂ ഇതുവരെ തോന്നിയിട്ടില്ല. സോ ലേറ്റൻസി വൈസ് ഗെയിമേഴ്സിനൊക്കെ ഇത് ഓക്കെയാണ് ഈ ഒരു റേഞ്ചിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബാറ്ററി ബാക്കപ്പിനെ പറ്റിയിട്ടാണ്. നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അറൌണ്ട് 30 മിനിറ്റ്സ് എടുക്കും ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു നോർമൽ യൂസ് ആണെങ്കിൽ അറൌണ്ട് 5 to 6 days നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇപ്പൊ എക്സാം ടൈം ഒക്കെയാണ് നമ്മൾ ANC കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 days നമുക്ക് റീചാർജ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. സോ നമ്മൾ അത്യാവശ്യം പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു ഡേക്കുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡ് ക്വാളിറ്റിനെ പറ്റിയിട്ടാണ്. ഇത് പ്ലാസ്റ്റിക് ബിൽഡാണ്. മെറ്റൽ ബിൽഡ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷ് ആണ് ഈ ഹെഡ്സെറ്റിനുള്ളത്. ഇതിലത്തെ വയർ ബ്രേഡഡ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതിനുണ്ട്. പിന്നെ ഇതിന് IP55 വാട്ടർ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. എന്റെ അത്യാവശ്യമൊക്കെ വെള്ളം കൊണ്ടിട്ടുണ്ട്, ഞാൻ മഴയത്തൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റിൽ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. സോ ഒരു ഡീസെന്റ് ആയിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻസും ഇതിനുണ്ട്. പിന്നെ ഇതിന്റെ മൈക്കിന്റെ ക്വാളിറ്റി അത്യാവശ്യം ഡീസെന്റ് ആണ്. ഞാൻ ഇതിന്റെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഡീസെന്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള നല്ല മൈക്ക് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിനുള്ള ആപ്പ് റിയൽമി ലിങ്ക് എന്നുള്ളതാണ്. നമ്മൾക്ക് പ്ലേ സ്റ്റോറിൽ അത് കിട്ടും. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ആപ്പിന്റെ അകത്ത് അത്യാവശ്യം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഗൈഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇക്വലൈസർ ഉണ്ട്. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോന്റെ എൻഡിൽ ഞാൻ ഈ ആപ്പിലേക്ക് എങ്ങനെയാണ് ഈ ഡിവൈസ് കണക്ട് ചെയ്യാനും അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഈ ഹെഡ്സെറ്റ് നമുക്ക് ഓൺലൈനിൽ ഏറ്റവും കുറവ് പ്രൈസിൽ കിട്ടിയിരിക്കുന്നത് 1250 രൂപയാണ്. അത് ഭയങ്കര റെയർ ആയിട്ടേ കിട്ടുള്ളൂ. ഒരു ആവറേജ് 1500 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ സെയിലിന് അറൌണ്ട് 1500 കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇത് എന്തായാലും വാങ്ങിച്ചോളൂ. ഒരു 2000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും ബെസ്റ്റ് നെക്ക് ബാൻഡ് ഞാൻ ഇത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. ഞാൻ എന്റെ ഫ്രണ്ട്സ് 2-3 പേർക്ക് ഇത് വാങ്ങാൻ സജസ്റ്റ് ചെയ്തിരുന്നു. അവർ യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സെയിൽ ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ഡിവൈസ് വാങ്ങുമ്പോൾ, അതായത് ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഹെഡ്സെറ്റ്സോ എന്താണെങ്കിലും നിങ്ങൾക്ക് സജഷനോ ഹെൽപ്പോ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ കമന്റ്സിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. സോ താങ്ക് യു.